ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2023-24 വർഷത്തെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ താഴെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കൂട്ടുകാർ വായിച്ചു നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 1 to 5, റീഡ് ദ പാസേജ് ഫ്രം ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഈ പാസേജ് എന്ന് പറയുന്നത് ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസസ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കൂട്ടുകാർ പഠിച്ച പാഠഭാഗമാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു പാസേജാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും പാഠഭാഗത്തിലെ പാസേജ് ആയിരിക്കും തരിക, അല്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള പാസേജ് ആയിരിക്കും, അല്ലെങ്കിൽ വല്ല പോമായിരിക്കും. എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അപ്പോൾ കൂട്ടുകാർ എന്താണോ തന്നിട്ടുള്ളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് വായിച്ചു നോക്കാം. ദ നൈറ്റിംഗേൽ ഫ്ലൂ ഓവർ ടു ദ റോസ് ട്രീ ദാറ്റ് വാസ് ഗ്രോയിങ് ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ. അപ്പോൾ എന്താണ് നമ്മുടെ നൈറ്റിംഗേൽ, നമുക്കറിയാം ആ റോസിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറിയൊക്കെ അറിയാം. അപ്പോൾ നൈറ്റിംഗേൽ എന്താണ്, റോസ് ചെടിയുടെ മുകളിലൂടെ ഇങ്ങനെ ഫ്ലൂ ചെയ്ത് പറന്നുപോയി. എവിടെയായിരുന്നു അത്? അത് ഗ്രോ ചെയ്തിരുന്നത് സ്റ്റുഡൻസിൻ്റെ വിൻഡോൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഗിവ് മി എ റെഡ് റോസ് ഷീ ക്രൈഡ്. അപ്പോൾ അത് കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്കൊരു റെഡ് റോസ് തായോ എന്ന് പറയാണ്. ആൻഡ് ഐ വിൽ സിങ് യു മൈ സ്വീറ്റസ്റ്റ് സോങ്. എന്താണ്, ഞാൻ നിനക്ക് ഈ റെഡ് റോസ് തന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സോങ് പാടിത്തരാം. ബട്ട് ദ ട്രീ ഷൂക്ക് ഇറ്റ്സ് ഹെഡ്. പക്ഷെ എന്താണ്, അത് അതിൻ്റെ തല ഇങ്ങനെ ഇല്ല എന്ന രീതിയിൽ കുലുക്കി. മൈ റോസ് ആർ റെഡ് ഇറ്റ് ആൻസേർഡ്. അപ്പോൾ അത് പറഞ്ഞു, എൻ്റെ റോസ് എന്ന് പറയുന്നത് എന്താണ്, റെഡ് കളർ തന്നെയാണെന്ന് പറഞ്ഞു. ആസ് റെഡ് ആസ് ദ ഫീറ്റ് ഓഫ് ദ ഡവ്. എന്താണ്, ഡവിൻ്റെ ഫീറ്റ് പോലെയുള്ള റോസാണെന്ന് പറഞ്ഞു. അത്രയും കട്ടിയുള്ള അല്ലെങ്കിൽ അത്രയും റോസാണ്. ആൻഡ് റെഡർ ദാൻ ദ ഗ്രേറ്റ് ഫാൻസ് ഓഫ് കോറൽ ദാറ്റ് വേവ് ആൻഡ് വേവ് ഇൻ ദ ഓഷ്യൻ കേവ്. എന്താണ് പറയുന്നത്, പക്ഷേ എനിക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത്, എൻ്റെ പവിഴം പോലെയുള്ളതും അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു റോസാണ് ഞാൻ. പക്ഷേ എൻ്റെ കാവൺ, എൻ്റെ നിലവറകളൊക്കെ എന്താണ്, ഒരു ഓഷനൊക്കെ, എൻ്റെ ഓഷനിലെ നിലവറകളൊക്കെ ഇപ്പോൾ തിരമാലകൾ പോലെയാണെന്നാണ് പറയുന്നത്. ബട്ട് ദ വിൻ്റർ സമയത്ത് ഹാസ് ചിൽഡ് മൈ വെയിൻസ്. എൻ്റെ നാഡികളൊക്കെ ആൻഡ് ദ ഫ്രോസ്റ്റ് ഹാസ് നിപ്ഡ് ബൈ ബഡ്സ്. എൻ്റെ മുട്ടുകളൊക്കെ മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടി നിൽക്കും, മഞ്ഞൊക്കെ മൂടി എൻ്റെ നാഡികളൊക്കെ ആകെ മരവിച്ച ഒരവസ്ഥയിലാണ് ഉണ്ടാവുക. ആൻഡ് ദ സ്റ്റോം ഹാസ് ബ്രോക്കൺ മൈ ബ്രാഞ്ചസ്. അതുപോലെ തന്നെ കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ എൻ്റെ ചില്ലകളൊക്കെ ആകെ ഒടിഞ്ഞു പോകും. ആൻഡ് ഐ ഷോൾ ഹാവ് നോ റോസസ് അറ്റ് ഓൾ ദിസ് ഇയർ. അതുകൊണ്ട് തന്നെ ഈ വർഷം എനിക്കെന്താണ്, ഒരൊറ്റ റോസും ഇല്ല എന്നാണ് പറയുന്നത്. ആക്ച്വലി അത് റെഡ് റോസ് തന്നെയാണ്, നല്ല റെഡാണ്. പക്ഷെ എന്താണ്, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ വർഷം ഒരു പൂവും ഒരു റോസും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള പാസേജ്. നമുക്ക് താഴെയുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വൈ ഡിഡ് ദ നൈറ്റിംഗേൽ ഫ്ലൈ ഓവർ ടു ദ റോസ് ട്രീ. എന്തിനാണ് നൈറ്റിംഗേൽ ആ റോസിൻ്റെ ട്രീയുടെ മുകളിലൂടെ പറന്നത്? എന്തിനായിരുന്നു? ദ നൈറ്റിംഗേൽ ഫ്ലൂ ഓവർ ദ റോസ് ട്രീ ടു ഗെറ്റ് എ റെഡ് റോസ് ഫോർ ദ സ്റ്റുഡൻറ്റ്. എന്താണ്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റെഡ് റോസ് കിട്ടാൻ വേണ്ടിയാണ് അവർ ആ റോസ് ചെടിയുടെ മുകളിലൂടെ പറന്നു പോയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ വാസ് ദ റോസ് ട്രീ ഗ്രോയിങ്. എവിടെയാണ് ആ റോസ് ട്രീ വളരുന്നത്? എവിടെയാണ്? ദ റോസ് ട്രീ വാസ് ഗ്രോയിങ് ബിനീത്ത് ദ സ്റ്റുഡൻസ് വിൻഡോ. ഓക്കെ, then third question, what did the nightingale offer to the rose tree to get a red rose. ആ നൈറ്റിംഗേലിന് റെഡ് റോസ് തന്നു കഴിഞ്ഞാൽ അവർ എന്തായിരുന്നു ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു? ഷീ ഓഫേർഡ് ഹെർ സ്വീറ്റസ്റ്റ് സോങ് ടു ഗെറ്റ് എ റെഡ് റോസ്. ഒരു റെഡ് റോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ നല്ല സ്വീറ്റായിട്ട് പാട്ട് പാടിത്തരാം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ റോസ് ട്രീ അണേബിൾ ടു ഗീവ് എ റെഡ് റോസ്. എന്തുകൊണ്ടാണ് നമ്മുടെ റോസ് ചെടിക്ക് ആ റെഡ് റോസ് കൊടുക്കാൻ പറ്റാതിരുന്നത്? എന്തുകൊണ്ടായിരുന്നു? ദ റോസ് ട്രീ വാസ് അണേബിൾ ടു ഗീവ് എ റെഡ് റോസ് ആസ് ദ വിൻ്റർ ഹാസ് ചിൽഡ് ഇറ്റ്സ് വെയിൻസ് ആൻഡ് ദ ഫ്രോസ്റ്റ് ഹാസ് നിപ്ഡ് ഇറ്റ്സ് ബഡ്സ്. എന്തുകൊണ്ടാണ്? വിൻ്റർ വന്നപ്പോൾ അവരുടെ ആ വെയിൻസ്, അവരുടെ നാഡികളൊക്കെ ആകെ മരവിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ ബഡ്സൊക്കെ ആകെ പോയ ഒരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവർക്ക് റെഡ് റോസ് കൊടുക്കാൻ പറ്റാതിരുന്നത്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഹെഡ് ഡൗൺ ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ. താഴെയുള്ള സെൻറ്റൻസ് വായിച്ചിട്ട് അതിൻ്റെ ഹെഡ് ഡൗൺ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സബ്ജക്റ്റ്
പൊസിഷനിലുള്ള ഹെഡ് ഡൗൺ കണ്ടെത്തണം. ദ ബ്യൂട്ടിഫുൾ റോസ് ട്രീ ആൻസർ ദ നൈറ്റിംഗേൽ ദാറ്റ് ഇറ്റ്സ് റോസസ് ആർ ദ റെഡ് ആസ് ദ ഫീറ്റ് ഓഫ് ദ ഡവ്. ഇതിൽ ഏതാണ് സബ്ജക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്? ദ ബ്യൂട്ടിഫുൾ റോസ് എന്നുള്ളതാണ് അല്ലേ, അതാണ് ഇതിൻ്റെ ഹെഡ് നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ദ ബ്യൂട്ടിഫുൾ റോസ് ട്രീ എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 to 9. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോം ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ തന്നിട്ടുള്ള ഒരു പോമാണ് ദ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് എന്ന പാഠഭാഗത്തിലെ കുറച്ച് ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. അത് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വായിച്ചു നോക്കാം. അണ്ടർ എ സ്പ്രെഡിംഗ് ചെസ്റ്റ്നട്ട് ട്രീ ദ വില്ലേജ് സ്മിത്തി സ്റ്റാൻഡ്സ്. ദ സ്മിത്ത് ആൻഡ് മൈറ്റി മാൻ ഈസ് ഹി വിത്ത് ലാർജ് ആൻഡ് സ്മൈനി ഹാൻഡ്സ് ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ് ആർ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്. എന്താണ് പറയുന്നത്? അണ്ടർ എ സ്പ്രെഡിംഗ് ചെസ്റ്റ്നട്ട് ട്രീ, ഒരു ചെസ്റ്റ്നട്ട് എന്ന് പറഞ്ഞാൽ ഒരു നട്ട്സ് പോലെ ഒരു നട്ടാണ്. ആ ഒരു നട്ടിൻ്റെ മരത്തിൻ്റെ താഴെയായിട്ടാണ് ദ വില്ലേജ് സ്മിത്തി സ്റ്റാൻഡ്. സ്മിത്തി എന്ന് പറഞ്ഞാൽ ആല, നമ്മുടെ ഈ ഒരു ബ്ലാക്ക് സ്മിത്ത് ഒക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ആല എന്ന് പറയുക. അപ്പോൾ അയാളുടെ ആ ഒരു സ്മിത്തി ഉള്ളത് ആ ഒരു മരത്തിന് താഴെയായിട്ടാണ്. ദ സ്മിത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ പറയുന്നതാണ്, അഥവാ കൊല്ലൻ അല്ലെങ്കിൽ ഇരുമ്പ് പണിക്കാരൻ പറയുന്നതാണ്. അപ്പോൾ ആ സ്മിത്ത് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളാണ്? എ മൈറ്റി മാൻ, വളരെ നല്ല ബലമുള്ള ഒരു ആളാണ്. വിത്ത് ലാർജ് ആൻഡ് സ്വിനി ഹാൻഡ്സ്. സ്വിനി എന്ന് പറഞ്ഞാൽ കരുത്തുള്ള, വളരെ കരുത്തുള്ള കൈകളാണ് അയാൾക്ക് ഉള്ളത്, നല്ല വലിയ കരുത്തുള്ള കൈകളാണ് ഉള്ളത്. ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ്. ബ്രൗണി എന്ന് പറഞ്ഞാൽ വളരെ ശക്തി എന്ന് തന്നെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ മസിൽസ് ഒക്കെ വളരെ ശക്തിയുള്ളതാണ്. ആ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്, ഒരു അയൺ ബാൻഡ്സ് പോലെ ശക്തിയുള്ള കൈകളും മസിൽസും ഒക്കെയാണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 6th ക്വസ്റ്റ്യൻ. വേർ ഡസ് ദ വില്ലേജ് സ്മിത്തി സ്റ്റാൻഡ്? എവിടെയാണ് ഈ വില്ലേജിൽ സ്മിത്തി ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? അപ്പോൾ എന്താണ് ആൻസർ? ദ വില്ലേജ് സ്മിത്തി സ്റ്റൂഡ് അണ്ടർ എ സ്പ്രെഡിംഗ് ചെസ്റ്റ്നട്ട് ട്രീ. ഒരു ചെസ്റ്റ്നട്ട് ട്രീയുടെ അത് സ്പ്രെഡ് ചെയ്തതിൻ്റെ അടിയിലായിട്ടായിരുന്നു സ്മിത്തിയുടെ വില്ലേജ് ഉണ്ടായിരുന്നത്. ഇനി 7th ക്വസ്റ്റ്യൻ. ഹൗ ആർ ദ സ്മിത്ത്സ് ഹാൻഡ് ഡിസ്ക്രൈബ്ഡ്? എങ്ങനെയാണ് ആ ഒരു സ്മിത്തിൻ്റെ ഹാൻഡിനെ കുറിച്ച് പറയുന്നത്? എങ്ങനെയായിരുന്നു? ദ ബ്ലാക്ക് സ്മിത്ത്സ് ഹാൻഡ് വേർ ലാർജ് ആൻഡ് സ്മിനി. എന്താണ്? അത് വളരെ വലുതും വളരെ കരുത്തുറ്റതുമാണെന്നാണ് പറയുന്നത് അല്ലേ. ഇനി ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ് ആർ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ ആംസൊക്കെ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മസിൽസും ആംസൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അത് അയൺ ബാൻഡ്സ് പോലെ സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അയൺ ബാൻഡ്സിനോടാണ് ഇത് ഉപമിച്ചിട്ടുള്ളത്. വിച്ച് പോയട്രിക് ഡിവൈസ് ഈസ് യൂസ്ഡ് ഇൻ ദീസ് ലൈൻ? ഏത് പോയട്രിക് ഡിവൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്? സിമിലിയാണ്. ഓക്കെ, ഇവിടെ സിമിലിയാണ് പറഞ്ഞിട്ടുള്ളത്. 9th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് എൻ എക്സാമ്പിൾ ഓഫ് വിഷ്വൽ ഇമാജ് ഫോർ ദ ലൈൻസ് ഗിവൺ. നമുക്ക് തന്നിട്ടുള്ള ലൈനിൽ നിന്നും വിഷ്വൽ ഇമാജ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ചെസ്റ്റ്നട്ട് ട്രീ, സ്മിത്തി, ഹാൻഡ്സ്, മസിൽസ്, ആംസ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വിഷ്വൽ ഇമാജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നോക്കാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ 10 to 14 ആണ്. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എന്താണ്? താഴെയുള്ള പാസേജ് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. അപ്പോൾ ഈ പാസേജ് എന്ന് പറയുന്നത് പുറത്തു നിന്ന് തന്ന ഒരു പാസേജാണ്, നിങ്ങൾ പഠിക്കാത്തതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ. ദർ വാസ് എ കിങ് വിത്ത് ഓൺലി 1 leg ആൻഡ് 1 eye. എന്താണ്? ഒരു കിങ് ഉണ്ടായിരുന്നു, ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കാലും ഒരു കണ്ണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് വാസ് ജനറസ് ആൻഡ് എ കോമ്പിറ്റൻറ്റ് ആസ് എ റൂളർ. പക്ഷേ റൂളർ എന്ന നിലക്ക് എന്താണ്? അദ്ദേഹം വളരെയധികം ജനറസ് ആയിരുന്നു, എല്ലാവരോടും നല്ല നീതികരമായിട്ട് പെരുമാറുന്ന നല്ല ഒരാളായിരുന്നു. One day while walking in his palace, the king noticed the portraits of his ancestors along the hallway. ഒരു ദിവസം അദ്ദേഹം പാലസിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിൻ്റെ ആൻസൈറ്റേഴ്സിൻ്റെ, അത് മുന്നുണ്ടായിരുന്ന ഭരണാധികാരികളുടെ പൂർവികരുടെ കുറച്ച് ഫോട്ടോസ് അദ്ദേഹം ഇങ്ങനെ ഹോളിലായിട്ട് കണ്ടു. ഹി ഓൾസോ വാണ്ടഡ് ഹിസ് പോർട്രേറ്റ് പെയിൻറ്റഡ് ബൈ ആൻ ആർട്ടിസ്റ്റ് ബട്ട് വാസ് അൺഷുവർ ഹൗ ഇറ്റ് ഈസ് വുഡ് ടേൺ ഔട്ട് ഡ്യൂ ടു ഹിസ് ഫിസിക്കൽ അബ്നോർമാലിറ്റീസ്. അങ്ങനെ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് നല്ല ഫോട്ടോസാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി എനിക്കും വേണം ഇത്തരത്തിൽ നല്ല ഒരു ഫോട്ടോസ്. പക്ഷേ എങ്ങനെ അത് നടക്കും? കാരണം എന്താണ്? അദ്ദേഹത്തിന് ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ, അദ്ദേഹത്തിന് ലെഗ് ഇല്ല, ഐ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് ഇത്തരത്തിൽ നല്ല ഒരു ഫോട്ടോ വരയ്ക്കാൻ പറ്റുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ഫോട്ടോ ആവശ്യമായിട്ടുണ്ടായിരുന്നു. ദ കിങ് ഇൻവൈറ്റഡ് ഓൾ ദ പെയിൻറ്റേഴ്സ് അക്രോസ് ദ കിങ്ഡം ആൻഡ് ആസ്ക്ഡ് ഹു
കുഡ് പെയിൻറ്റ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ഹിം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അവിടുത്തെ ആ കിൻഡത്തിലുള്ള എല്ലാ പെയിൻറ്റേഴ്സിനെയും അദ്ദേഹം വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ വരക്കാൻ പറഞ്ഞു. The painters were confused about how to make a beautiful picture of the king with only one leg and one eye. അപ്പോൾ പെയിൻറ്റേഴ്സിനൊക്കെ ആകെ കൺഫ്യൂഷനായി, എങ്ങനെയാണ് ഇപ്പോൾ ഇത് വരയ്ക്കുക, ഒരു കാലുമില്ല ഒരു കണ്ണുമില്ല, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പെയിൻറ്റേഴ്സിനൊക്കെ കൺഫ്യൂഷനായി. All the painters politely refused to make a painting of the king. അങ്ങനെ എന്തായിരുന്നു, എല്ലാ പെയിൻറ്റേഴ്സും എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് വരക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റിഫ്യൂസ് ചെയ്തു, നിരസിക്കുകയാണ് ചെയ്യുന്നത്. Then one young painter came forward and ensured to make a beautiful portrait of the king. അപ്പോൾ ആ സമയത്താണ് ഒരു യങ് പെയിൻറ്റർ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് പറ്റും, നല്ല പോർട്രേറ്റ് ആയിട്ട് കിങ്ങിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ വരക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു. After a few days, the young painter unveiled the portrait in the court in which the king was seen sitting on the horse with one leg visible, holding his bow and aiming the arrow with the one eye closed. അപ്പോൾ എന്താണ്, അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പെയിൻറ്റ് അവിടെ റിവീൽ ചെയ്തു. അപ്പോൾ അതിലെന്തായിരുന്നു, അദ്ദേഹം ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ചിത്രമാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഭാഗമാണ് കാണുന്നത് അല്ലേ, ഒരു ലെഗ് മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു കണ്ണിങ്ങനെ അടച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു, ഒരു ഐ ക്ലോസ് ചെയ്തിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ദർ വാസ് നോ സൈൻ ഓഫ് ഫിസിക്കൽ ഡെഫിഷ്യൻസീസ് ഇൻ ദ കിങ് ഇൻ ദ പെയിൻറ്റിങ്. അപ്പോൾ ആ പെയിൻറ്റിങ്ങിൽ എന്താണ്, ഈ കിങ്ങിന് യാതൊരു ഫിസിക്കലായിട്ടുള്ള യാതൊരു ഡെഫിഷ്യൻസിയും ഇല്ല, യാതൊരു അബ്നോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ദ കിങ് വാസ് പ്ലസ്ഡ് ടു സീ ദാറ്റ് ദ പെയിൻറ്റർ ഹാഡ് ക്രിയേറ്റീവ്ലി presented the king's positive characteristics but not highlighted the abnormalities. അപ്പോൾ എന്താണ്, കിങ്ങിന് വളരെയധികം സന്തോഷം തോന്നി. ആ പെയിൻറ്റർ എന്താ ചെയ്തിട്ടുള്ളത്, ഈ കിങ്ങിൻ്റെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്രിയേറ്റീവായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അബ്നോർമാലിറ്റീസിനെ ഒന്നും അവിടെ കാണാനും കഴിയുന്നില്ല. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പാസേജ്. ഇനി ഇതിന് താഴെയുള്ള ചോദ്യവും അവയുടെ ഉത്തരവും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് ഓഫ് ദ കിങ്. എന്തൊക്കെയാണ് നമ്മുടെ കിങ്ങിൻ്റെ ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് എന്തൊക്കെയായിരുന്നു. ദ കിങ് ഹാഡ് ഓൺലി വൺ ഐ ആൻഡ് വൺ ലെഗ്. അദ്ദേഹത്തിന് ആകെ ഒരു കണ്ണും ഒരു കാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 11th ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ കിങ് നോട്ടീസ് വൈൽ ഹി വാസ് വാക്കിംഗ് ഇൻ ദ പാലസ്. അദ്ദേഹം പാലസിലൂടെ നടക്കുമ്പോൾ എന്താണ് അദ്ദേഹം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്തായിരുന്നു. വൈൽ വാക്കിംഗ് ഇൻ ഹിസ് പാലസ് ദ കിങ് നോട്ടീസ്ഡ് വിത്ത് എ പോർട്രേറ്റ് ഓഫ് ഹിസ് ആൻസെസ്റ്റേഴ്സ് അലോങ് ദ ഹോൾ വേ. അദ്ദേഹം നടക്കുമ്പോൾ, ആ പാലസിലൂടെ നടക്കുമ്പോൾ ആ ഹോളിൽ മൊത്തം അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ പിക്ചേഴ്സ്, പോർട്രേറ്റ് ആയിരുന്നു അദ്ദേഹം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ 12th ക്വസ്റ്റ്യൻ, വൈ വേർ ദ പെയിൻറ്റേഴ്സ് കൺഫ്യൂസ്ഡ്. എന്തുകൊണ്ടാണ് ആ പെയിൻറ്റേഴ്സൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയത്, എന്തുകൊണ്ടായിരുന്നു. ദ പെയിൻറ്റേഴ്സ് വർ കൺഫ്യൂസ്ഡ് അബൌട്ട് ഹൗ ടു മേക്ക് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ദ കിങ് വിത്ത് ഓൺലി വൺ ലെഗ് ആൻഡ് വൺ ഐ. എന്താണ്, ആ പെയിൻറ്റേഴ്സൊക്കെ ആ കൺഫ്യൂഷനായി, എങ്ങനെയാണ് ഈ ഒരു കാലും ഒരു കണ്ണുമുള്ള ഈ ഒരു കിങ്ങിൻ്റെ നല്ല പിക്ചർ വരയ്ക്കുക എന്നുള്ളത് ആകെ കൺഫ്യൂഷനായിരുന്നു. 13th question, how did the painter cleverly hide the abnormalities of the king in his portrait. ആ ഒരു പിക്ചറിൽ, ആ ഒരു പോർട്രേറ്റിൽ എങ്ങനെയായിരുന്നു ആ പെയിൻറ്റർ വളരെ ക്ലെവറോടുകൂടി, വളരെ ബുദ്ധിയോട് കൂടിയിട്ട് ആ അബ്നോർമാലിറ്റീസിനൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ്, ദ പെയിൻറ്റർ ക്ലെവർലി ഹൈഡ് ദ അബ്നോർമാലിറ്റീസ് ഓഫ് ദ കിങ് ബൈ ഡ്രോയിങ് ദ പോർട്രേറ്റ് ഓഫ് ദ കിങ് സിറ്റിംഗ് ഓൺ ദ ഹോഴ്സ് വിത്ത് വൺ ലെഗ് വിസിബിൾ, ഹോൾഡിംഗ് ഹിസ് ബൗ ആൻഡ് എയിമിംഗ് ദ ആരോ വിത്ത് വൺ ഐ ക്ലോസ്ഡ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരു കിങ്ങിനെയാണ് വരച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം മാത്രം, ഒരു ലെഗ് മാത്രമേ വിസിബിളേ ഉള്ളൂ. അത് മാത്രമല്ല, അദ്ദേഹം ബൗ ഇങ്ങനെ എയിം ചെയ്തിട്ട് ഒരു കണ്ണ് അടച്ചു പിടിച്ച് ആരോ ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള പിക്ചറാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഒരു കണ്ണ് അടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയായിരുന്നു അദ്ദേഹം ആ ഒരു നോർമാലിറ്റീസിനൊക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ 14th one, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് നല്ല ഒരു ടൈറ്റിൽ കൊടുക്കാനാണ്. എന്ത് കൊടുക്കാം, ദ ഗ്രേറ്റ് പെയിൻറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, ദ ഗ്രേറ്റ് പെയിൻറ്റർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 15 to 16, ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ്. ഇവിടെ 15, 16 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, 15th ക്വസ്റ്റ്യൻ, ദ സ്റ്റോറി ലൈറ്റ് ഓൺ ദ ഹിൽസ് ഈസ് അബൌട്ട് എ ബോയ് ഹു വാണ്ട്സ് ടു ഡ്രോ എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഹി ഫൈനലി കെയിം അപ്പ് വിത്ത് എ വണ്ടർഫുൾ പെയിൻറ്റിംഗ് അപ്രീഷിയേറ്റഡ് ബൈ എവ്രി വൺ. ഹി വാസ് ഫിൽഡ് വിത്ത് ദ തോട്ട്സ് ഓഫ് ഹിസ് സിസ്റ്റർ ദാറ്റ് ഡേ ആൻഡ് എ പൗഡ് ഡൗൺ ഹിസ് ഫീലിംഗ്സ് ഇൻ ദ ഫോം ഓഫ് എ ഡയറി. പ്രിപ്പയർ എ ലൈക്ലി ഡയറി എൻട്രി. അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റോറിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ ദ സ്റ്റോറി ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന പാഠഭാഗത്തിൽ ഒരു ബോയ് ഉണ്ടല്ലേ, ആ ബോയ്ക്ക് എന്താണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ വരക്കണമായിരുന്നു. അങ്ങനെ ഫൈനലി അവനത് ചെയ്യുകയും നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ചെയ്യുകയും എല്ലാവരും അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ ആ തോട്ട്സും
അവൻ്റെ സിസ്റ്ററിനെ കുറിച്ചുള്ള തോട്ട്സും അന്നത്തെ അവൻ്റെ ഫീലിങ്സും എല്ലാം കൂടെ എഴുതിയിട്ട് നിങ്ങളുടെ അടുത്തൊരു ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഡയറി ഒന്ന് എഴുതി നോക്കാം. ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡേറ്റും ഡേയും ഉണ്ടായിരിക്കണം. ഓക്കെ, ഏത് ദിവസമാണോ എഴുതുന്നത് ആ ഡേറ്റും അന്നത്തെ ഡേയും എഴുതുക. എന്നിട്ട് അതിന് ശേഷം ടുഡേ വാസ് ആൻ അമേസിങ് ഡേ ഫോർ മീ. ഇന്ന് എനിക്ക് വളരെ അമേസിങ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. മൈ ഡ്രീം കെയിം ട്രൂ. എന്താണ്, എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. ഐ ഫൈനലി ഫിനിഷ്ഡ് മൈ ഡ്രീം പെയിൻറ്റിങ് ആൻഡ് എവ്രി വൺ അപ്രീഷിയേറ്റഡ് ഇറ്റ്. എന്താണ്, ഞാൻ എൻ്റെ ഡ്രീം ആ പ്രൊജക്റ്റ് ആ പെയിൻറ്റിങ് പൂർത്തിയാക്കിയപ്പോൾ എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ഐ വാണ്ടഡ് ടു ക്യാപ്ചർ ദ ബ്യൂട്ടി ഓഫ് ദ ഹിൽസ് വിത്ത് വൈബ്രൻറ്റ് കളേഴ്സ്. എന്താണ്, എനിക്ക് ആ ഒരു ഹില്ലിൻ്റെ ബ്യൂട്ടി വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. ആസ് എ വർക്ക്ഡ് ഐ തോട്ട് എ ലോട്ട് അബൌട്ട് മൈ സിസ്റ്റർ ആൻഡ് ഹൗ ഷീ ഓൾവേസ് എൻകറേജ്ഡ് മീ ടു പെർസ്യൂ മൈ ഡ്രീംസ്. ആ സമയത്താണ് ഞാൻ എൻ്റെ സിസ്റ്ററെ കുറിച്ചിട്ട് ഓർത്തിട്ടുണ്ടായിരുന്നത്. അവളിനെ എപ്പോഴും എൻകറേജ് ചെയ്യുമായിരുന്നു എന്തിന്, എൻ്റെ ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഐ റിമെമ്പേർഡ് ദാറ്റ് ടൈം ഹൗ വി സ്പെൻഡ് ടുഗെദർ ഇൻ ദ ഹിൽസ്. ആ സമയത്ത് ഞാൻ ഓർത്തുപോയി ഞങ്ങൾ എങ്ങനെയായിരുന്നു ആ ഹിൽസിൽ സമയമൊക്കെ ചിലവഴിച്ചത്. ആൻഡ് വാട്ട് എബൌട്ട് ദ ബ്യൂട്ടി ആൻഡ് സീനറീസ്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവിടുത്തെ ഭംഗി, അതുപോലെ സീനറീസ്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആ സമയത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ വർക്ക്, എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ദ സ്മൈൽസ് ഓഫ് എവ്രി വൺസ് ഫേസ് ഫീൽഡ് മീ വിത്ത് പ്രൈഡ്. ആ സമയത്ത് കംപ്ലീറ്റ് ആയി എല്ലാവരും ആ പെയിൻറ്റ് നോക്കി സ്മൈൽ ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ എന്താണ്, വലിയ ഒരു പ്രൈഡ് എന്നെ തോന്നി. എനിക്ക് വളരെ അഭിമാനമുള്ള ഒരു നിമിഷമായി മാറി. ഐ റിയലൈസ്ഡ് ഹൗ ഈസ് ദ ബ്യൂട്ടി ഓഫ് മൈ ക്രിയേറ്റിവിറ്റി. ആ സമയത്ത് എനിക്ക് മനസ്സിലായി എത്രത്തോളം ഭംഗിയുണ്ട് എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് എന്നുള്ളതും. ആൻഡ് ഇറ്റ്സ് ഇൻസ്പയർഡ് എവ്രി വൺ. എങ്ങനെയാണത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടും. ഐ ഹോപ്പ് ടു കീപ് ക്രിയേറ്റിംഗ് ആൻഡ് ടു മേക്ക് മൈ സിസ്റ്റർ പ്രൗഡ്. ഞാൻ എപ്പോഴും എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവായി ചെയ്യും. അതെൻ്റെ സിസ്റ്ററിനെ കൂടെ അഭിമാനം ആക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഐ വിൽ ഡു മോർ ക്യാൻവാസ്. ഞാൻ ഇനിയും ക്യാൻവാസിൽ ഇതേപോലുള്ള പിക്ചേഴ്സൊക്കെ വരക്കും. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഡയറി അവസാനിപ്പിക്കുകയാണ്. താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേരും കൂടെ എഴുതി ചേർക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഡയറി എഴുതേണ്ടത്. ഡയറി എഴുതുന്നതിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കി വെക്കുക. എന്താണോ ടോപ്പിക്ക് തന്നിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ കണ്ടൻറ്റ് എഴുതുകയും ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16th ക്വസ്റ്റ്യൻ ആണ്. റോസ പാർക്സ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ലേഡി ഓഫ് സിവിൽ റൈറ്റ് ആൻഡ് ദ മദർ ഓഫ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അഥവാ USA ഒരു ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ മദറും അതുപോലെ തന്നെ സിവിൽ റൈറ്റ്സിലെ ഫസ്റ്റ് ലേഡിയുമാണ് നമ്മുടെ റോസ പാർക്സ് എന്ന് പറയുന്നത്. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ലെഡ് ടു ദ അറസ്റ്റ് ഓഫ് റോസ പാർക്സ് ഇൻ ദ ടൗൺ മോൺട്ഗോമറി. എന്താണ്, മോൺട്ഗോമറി എന്ന ടൗണിൽ വെച്ചിട്ട് റോസ പാർക്സിന് ഉണ്ടായിട്ടുള്ള ആ ഇൻസിഡൻസിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു അറസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്കൊരു പാരഗ്രാഫ് എഴുതി നോക്കാം. ഓക്കെ, വൺ ഡേ റോസ പാർക്സ് വാസ് റിട്ടേണിംഗ് ടു ഹെർ ഹോം ആഫ്റ്റർ ജോബ്. എന്താണ്, ജോബൊക്കെ കഴിഞ്ഞതിന് ശേഷം റോസ പാർക്സ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു ദിവസം. ആഫ്റ്റർ എൻറ്ററിങ് ഇൻ ടു എ ബസ്, അവരെന്ത് ചെയ്തു, ബസ്സിൽ കയറി. ഷീ സാറ്റ് ഓൺ എ സീറ്റ് ബിക്കോസ് ഓഫ് ദെയർ ടയർഡ്നെസ്. എന്ത് ചെയ്തു, അവർ കിട്ടിയ ഒരു സീറ്റിലായിരുന്നു. ബട്ട് ദർ എക്സിസ്റ്റ് എ ലോ ദാറ്റ് ബ്ലാക്ക് പാസഞ്ചേഴ്സ് വാണ്ട് ടു ഗിവ് ദ സീറ്റ് ഫോർ വൈറ്റ് പാസഞ്ചേഴ്സ് എൻറ്റേർഡ്. അപ്പോൾ അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു. എന്ത്, ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന ഒരു സീറ്റാണ് ആണെങ്കിലും അവിടെ ഒരു വൈറ്റ് പാസഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ ആ സീറ്റ് അവർക്ക് കൊടുക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് ഡേ വെൻ വൈറ്റ് പാസഞ്ചർ എൻറ്റേർഡ് ഇൻ ടു ദ ബസ്, എന്ത് ചെയ്തു, അന്നത്തെ ദിവസം ഒരു വൈറ്റ് പാസഞ്ചർ ആ ബസ്സിലേക്ക് കയറി. റോസ സാറ്റ് സ്റ്റിൽ. അപ്പോൾ റോസ എന്ത് ചെയ്തു, ആ ടയേർഡ്നെസ്സിൽ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഡ്രൈവർ ആൻഡ് വൈറ്റ് പാസഞ്ചേഴ്സ് വാണ്ട് ഹെർ ബട്ട് ഷീ റെഫ്യൂസ്ഡ് ദെയർ വേർഡ്സ്. എന്താണ്, അപ്പോൾ ഡ്രൈവറും ആ ഒരു വൈറ്റ് പാസഞ്ചേഴ്സൊക്കെ പറഞ്ഞു, എന്താണ്, എണീറ്റ് തരാനൊക്കെ പറഞ്ഞു. അവിടെ എന്ത് ചെയ്തു, റോസ പാർക്സ് അതൊക്കെ നിരസിക്കുകയാണ് ചെയ്തത്. ഡ്രൈവർ ടോൾഡ് ഹെർ ദാറ്റ് ദോസ് സീറ്റ് വേർ റിസർവ്ഡ് ഫോർ വൈറ്റ് പാസഞ്ചേഴ്സ്. അപ്പോൾ ഡ്രൈവർ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ്, ഈ സീറ്റ് വൈറ്റ് പാസഞ്ചേഴ്സിനുള്ള റിസർവ് ചെയ്തിട്ടുള്ള സീറ്റാണെന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ ഷീ സാറ്റ് ദർ. പക്ഷെ എന്താണ്, അപ്പോഴും അവരവിടെ ഇരുന്നു കൊണ്ടേയിരുന്നു. ഡ്രൈവർ ഇൻഫോംഡ് പോലീസ് ആൻഡ് പോലീസ് അറസ്റ്റഡ് ഹെർ ഫ്രം ദിസ് ബസ്. അങ്ങനെ ഡ്രൈവർ എന്ത് ചെയ്തു, ഡ്രൈവർ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ ഡ്രൈവർ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നിട്ട് നമ്മുടെ റോസ പാർക്സിനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 17-19. ആൻസർ എനി ടു ഓഫ് ദ ഫോളോയിങ്.
17 മുതൽ 19 വരെയുള്ളതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റോറി ദ നൈറ്റിംഗൽ ആൻഡ് ദ റോസ് ടെൽസ് അസ് അബൌട്ട് ദ സ്ട്രോങ് ബോണ്ട് ബിറ്റ്വീൻ മാൻ ആൻഡ് ദ നേച്ചർ. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റോറി ആയിട്ടുള്ള ദ നൈറ്റിംഗൽ ആൻഡ് ദ റോസ് എന്നുള്ളതിൽ നമ്മൾ നേച്ചറും അതുപോലെ തന്നെ ഒരു മാനും തമ്മിലുള്ള ഒരു സ്ട്രോങ് ബോണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആസ് പാർട്ട് ഓഫ് ഇംഗ്ലീഷ് വീക്ക്, ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക് മാൻ ആൻഡ് നേച്ചർ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷ് വീക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ് മാൻ ആൻഡ് നേച്ചർ എന്ന ടോപ്പിക്കിൽ. ആസ് എ സെക്രട്ടറി ഓഫ് ദ ഇംഗ്ലീഷ് ക്ലബ് പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പേർപ്പസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളാണ് ആ ക്ലബിൻ്റെ സെക്രട്ടറി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളടുത്തൊരു നോട്ടീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്ത് ചെയ്യാം, ഡിയർ സ്റ്റുഡൻസ്, the English Club is excited to announce a seminar on the topic Man and Nature, inspired by the story The Nightingale and Rose. എന്താണ്, ഇംഗ്ലീഷ് ക്ലബ്ബ് ഒരു സെമിനാർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സെമിനാറിൻ്റെ ടോപ്പിക്ക്, മാൻ ആൻഡ് നേച്ചർ എന്നുള്ളതാണ്. ഇത് ഏത് സ്റ്റോറിയാണ്, ദ നൈറ്റിംഗൽ ആൻഡ് ദ റോസ് എന്ന സ്റ്റോറി ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ്. This event is held on 12th January 2024 at the school auditorium. 12/1/2014 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. We are invite all students to join with us for the presentation. ഈ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്. Your presence will make a seminar more enriching. നിങ്ങളുടെ പ്രസൻറ്റ് ഈ സെമിനാർ ഏറ്റവും കൂടുതൽ എൻറിച്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. താങ്ക് യു അമ്മു, സെക്രട്ടറി ഇംഗ്ലീഷ് ക്ലബ്ബ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു നോട്ടീസ് എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 18th ക്വസ്റ്റ്യൻ ആണ്. റോസ പാർക്സ് വാസ് ആൻ ആഫ്രിക്കൻ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്. എന്താണ് റോസ പാർക്സ് എന്ന് പറയുന്നത്, ഒരു ആഫ്രിക്കൻ സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ്. അതുപോലെ ദ ഇൻസിഡൻറ്റ് ദാറ്റ് ഹാപ്പൻ ഇൻ മോണ്ടോഗോമറി ലെഡ് ടു ദ ഹിസ്റ്റോറിക് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട്. അന്ന് നടന്നിട്ടുള്ള ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിൽ തന്നെ ഏറ്റവും ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു. യു ഹാവ് ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു അപ്രീഷിയേറ്റ് റോസ പാർക്സ് ഫോർ ഹെർ കറേജ് ആൻഡ് വിൽ പവർ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ വൈറ്റ് പീപ്പിൾ ഇൻ ദ USA. അപ്പോൾ USA വൈറ്റ് പീപ്പിളിനെതിരായിട്ടുള്ള ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്, വളരെ കറേജും വളരെ ധൈര്യവും അതുപോലെ തന്നെ വിൽ പവറും ഒക്കെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ റോസ പാർക്സിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ. അപ്പോൾ ആ ലെറ്ററാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലെറ്റർ എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ആ ലെറ്റർ എഴുതി നോക്കാം. ലെറ്റർ എഴുതുമ്പോൾ എന്ത് വേണം, ഡേറ്റ് ഉണ്ടായിരിക്കണം അല്ലേ. ഇപ്പോൾ January 3rd 1955. പ്ലേസ് ഉണ്ടായിരിക്കണം. പ്ലേസ് എവിടെയാണ് കൊടുത്തിട്ടുള്ളത്, മോണ്ടോഗോമറി അലാബാമ. ഓക്കെ, ഡിയർ റോസ പാർക്സ്, അങ്ങനെയാണ് നമ്മൾ സല്യൂട്ടേഷനായിട്ട് കൊടുക്കേണ്ടത്. കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ കറേജസ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് വൈറ്റ് പീപ്പിൾ. എന്താണ്, വൈറ്റ് പീപ്പിളിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിൽ, നിങ്ങളുടെ ആ ഒരു കറേജിൽ ഞാൻ കൺഗ്രാറ്റ്സ് പറയുകയാണ്. യുവർ റെഫ്യൂസൽ ടു ഗീവ് അപ്പ് യുവർ സീറ്റ് ഹാസ് ഇഗ്നേറ്റഡ് എ മൂവ്മെൻറ്റ്. എന്താണ്, നിങ്ങൾ ആ ഒരു സീറ്റ് റെഫ്യൂസ് ചെയ്തപ്പോൾ അവിടെ എന്താണ്, ഒരു മൂവ്മെൻ്റ് ആണ് അതിലൂടെ വന്നത്. യുവർ ബ്രേവറി ഇൻസ്പയർസ് അസ് ടു ഫൈറ്റ് ഫോർ ഈക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. നിങ്ങളുടെ ആ ഒരു ധീരത അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത് ഞങ്ങളെ കൂടെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. യുവർ ദാറ്റ് ഡിസിഷൻ വാസ് എ പൈവോട്ടൽ മൂവ്മെൻറ്റ് ഇൻ ദ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ്. നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ്, സിവിൽ റൈറ്റിലെ തന്നെ ഏറ്റവും വലിയ ഒരു മൂവ്മെൻറ്റ് ആയിരുന്നു. ഇറ്റ്സ് മേക്ക് എ ഹിസ്റ്ററി. അതൊരു ഹിസ്റ്ററി തന്നെ ഉണ്ടാക്കി. യുവർ ആക്ഷൻസ് നോട്ട് ഓൺലി ചലഞ്ചസ് ദ അൺഫെയർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻസ് ബട്ട് ഓൾസോ ഇൻസ്പയർസ് കൗണ്ട്ലെസ് ഇൻഡിവിജ്വൽസ് ടു ജോയിൻ ദ ഫൈറ്റ് ഫോർ ഈക്വാലിറ്റി. നിങ്ങളുടെ ഈ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ ഇടയിലുണ്ടായിരുന്ന ആ ഒരു ചലഞ്ചസിൽ മാത്രമല്ല, ഇത്തരത്തിൽ ഈക്വാലിറ്റി വേണ്ടിയിട്ടുള്ള പൊരുതുന്ന ഒരുപാട് ആളുകൾക്ക് ഇൻസ്പയർ ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ ബീങ് എ പവർഫുൾ സിംബൽ ഓഫ് ഹോപ്പ് ആൻഡ് കറേജ്. എന്താണ്, നിങ്ങളുടെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഹോപ്പിനും കറേജിനും ഒക്കെ വീണ്ടും താങ്ക്സ് പറയാണ്. ഐ കൺക്ലൂഡ് ദീസ് വേർഡ്സ് വിത്ത് എക്സ്പ്രസ് മൈ ഡീപ്പ് അപ്രീഷിയേഷൻ ഫോർ യുവർ ഗ്രേറ്റ് ഡിറ്റർമിനേഷൻ. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താഴെ നിങ്ങളുടെ നെയിമും അഡ്രസ്സോ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു ലെറ്റർ എഴുതേണ്ടത്. ലെറ്ററിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ എന്താണോ കണ്ടൻറ്റ് തന്നിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. 19th വണ്ണാണ്. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഖലീൽ ജിബ്രാൻ യൂസിങ് ദ ഹിൻസ് ഗിവൺ. താഴെ നമുക്ക് ഖലീൽ ജിബ്രാനെ കുറിച്ചിട്ട് കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ള എന്തൊക്കെയാണ്, നെയിം ഖലീൽ ജിബ്രാന്, ബർത്ത് 6th January 1883, മൗണ്ട് ലെബനൻ, നാഷണാലിറ്റി ലെബനീസ് ആൻഡ് അമേരിക്കൻ,
occupation, writer, poet, visual artist, philosopher. Notable works എന്തൊക്കെയാണ്? The Prophet, The Madman, Broken Wings. ഡെത്ത് 10th April 1931, ന്യൂയോർക്ക് സിറ്റി, USA. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ബേസിൽ നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കാം. പ്രൊഫൈൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് എഴുതുന്നത് അയാളെ നമുക്ക് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഖലീൽ ജിബ്രാൻ എന്ന് തന്നെ കൊടുക്കാം. Khalil Gibran was a writer. He was born on 6th January 1883 at Mount Lebanon. He was a writer, poet, visual artist and philosopher. His nationality is Lebanese and American. His famous works are The Prophet, The Madman and Broken Wings. He died on 10th April 1931 at New York City, USA. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രൊഫൈൽ എഴുതേണ്ടത്. തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് ചെറിയ രീതിയിൽ ചെറിയ സെൻറ്റൻസ് ആക്കി എഴുതുകയാണ് വേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 2024. സ്റ്റഡി ദ ഡയഗ്രാം ഓൺ ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ സ്റ്റുഡൻസ് ലൈഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ താഴെ നമുക്കൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടില്ല. എന്താണ് ഡയഗ്രാമിലുള്ളത്? ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ സ്റ്റുഡൻസ് ലൈഫ് എന്നുള്ളതാണ്. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 20 മുതൽ 24 വരെയുള്ളത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇത്തരത്തിലുള്ള ഡയഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ നന്നായി നോക്കുക. ചിലപ്പോൾ ടേബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഡയഗ്രാം ആയിരിക്കും. എന്താണെങ്കിൽ നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മേജർ ഹെൽത്ത് ഇഷ്യൂ കോസ്ഡ് ബൈ ദ എക്സസീവ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ഹെൽത്ത് ഇഷ്യൂ ആണ് വരുന്നത്? എന്താണ് മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്? ഡിപ്രഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും കൂടുതലുള്ളത് ഡിപ്രഷനാണ്. ഇനി 21. വിച്ച് ടു ഇമ്പാക്ട്സ് ഹാപ്പൻ ഈക്വലി ആസ് പെർ ദ ഡയഗ്രാം ഗിവൺ? ഈ ഡയഗ്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ഇമ്പാക്ട്സ് ഈക്വൽ ആയിട്ടുണ്ട്. അത് ഏതാണ് ആ 2 എണ്ണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ഇൻസോംനിയ, മറ്റൊന്ന് ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഇത് രണ്ടുമാണ് അവിടെ. രണ്ടും സെയിം ലെവലിലാണ് ഉള്ളത്. 22. ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ ആർ എഫക്റ്റഡ് ബൈ ഡിപ്രഷൻ? എത്ര പെർസെൻറ്റേജ് കുട്ടികളാണ് ഡിപ്രഷന് എഫക്റ്റ് ആയിട്ടുള്ളത്? എത്രയാണ്? 20% ആണ്. ഓക്കെ, 20%. ഇനി 23. വാട്ട് ഈസ് ദ സെക്കൻഡ് മേജർ ഇഷ്യൂ ഫേസ്ഡ് ബൈ ചിൽഡ്രൻ ഡ്യൂ ടു ദ ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഉപയോഗിച്ചപ്പോൾ കുട്ടികൾക്കുണ്ടായ സെക്കൻഡ് മേജർ ഇഷ്യൂ എന്തായിരുന്നു? വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഓക്കെ, വേസ്റ്റ് ഓഫ് ടൈം. 24. 10% ഓഫ് ചിൽഡ്രൻ ആർ സഫറിങ് ഫ്രം? 10% കുട്ടികൾ എന്തുകൊണ്ടാണ് സഫർ ചെയ്യുന്നത്? ഡിസ്ട്രാക്ഷൻ മൂലമാണ്. ഓക്കെ, ഡിസ്ട്രാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 25. ദർ ആർ സം എറേഴ്സ് ഇൻ ദ പാസേജ് ദാറ്റ് ദേ ആർ അണ്ടർലൈൻഡ്, എഡിറ്റ് ദം. താഴെ തന്നിട്ടുള്ള പാസേജിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സിന് എറേഴ്സ് ഉണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വായിക്കാം. ലൈഫ് വാസ് എ ജേർണി ഫ്രം ബർത്ത് ടിൽ ഡെത്ത്. അവിടെ വാസ് എന്നുള്ളതാണ്. അതെന്ത് ചെയ്യും? വാസ് എന്നല്ല വരേണ്ടത്, ഈസ് ആണ് വരേണ്ടത്. ജീവിതം എന്ന് പറയുന്നത് മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലുള്ള ഒരു ജേണിയാണ്. അപ്പോൾ അവിടെ ലൈഫ് എന്നുള്ളത് എന്താണ്? സിംഗുലർ ആണ്. സോ എന്താണ്? പാസ്റ്റ് പ്രസൻറ്റ് ടെൻസ് ആണ്. സോ ഈസ് എന്നാണ് കൊടുക്കേണ്ടത്. ദിസ് ജേണി ഈസ് എ മിക്സ്ചർ ഓഫ് ഗുഡ് ഓർ ബാഡ് എക്സ്പീരിയൻസസ്. അവിടെ എന്താണ്? ഗുഡ് ഓർ ബാഡ് അല്ല, ഗുഡ് അല്ലെങ്കിൽ ചീത്ത എന്നല്ല, ഗുഡും അതുപോലെ തന്നെ ബാഡും എന്നാണ് വരേണ്ടത്. അപ്പോൾ അവിടെ ഓർ എന്നുള്ളിടത്ത് മാറ്റി ആൻഡ് എന്ന് കൊടുക്കണം. Then, which is true about traveling to? Such experiences may help the individual in the facing challenges that life throw to him. അവിടെ ത്രോസ് എന്നാണ് വരേണ്ടത്. ബിക്കോസ് എന്താണ്? ലൈഫ് എന്ന് പറയുന്നത് ഒരു സിംഗിളാണ് അല്ലേ, സിംഗുലറാണ്. അതുകൊണ്ട് തന്നെ അവിടെ ത്രോസ് എന്ന് നമ്മൾ ഉപയോഗിക്കണം, സിമ്പിൾ പ്രസൻ്റ് ആയിട്ട് ഉപയോഗിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26th ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ മദർ ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. ഈ സ്റ്റോറിയിലെ മദറും ബോയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബോയ് പറയാണ്, മോം ഐ ഫൗണ്ട് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്. എന്താണ്? ഞാൻ ചെറിയ റൗണ്ടിലുള്ള റെഡ് ഹൗസ് കണ്ടുപിടിച്ചു എന്ന് പറയാണ്. അപ്പോൾ മോം എന്തോ ചോദിക്കുന്നുണ്ട്. എന്തായിരിക്കും? എവിടെ നിന്നാണെന്നല്ലേ? വേർ ഡിഡ് യു ഫൈൻഡ്? നീ എവിടെയാണ് കണ്ടെത്തിയത്? ബോയ് പറയാണ്, ഐ ഫൗണ്ട് ഇറ്റ് ഇൻ മിസ്റ്റർ ഫെറ്റ്സർ ഫാം. ഞാൻ മിസ്റ്റർ ഫെറ്റ്സറിൻ്റെ ഫാമിലാണ് കണ്ടത്. മദർ പറയാണ്, യു ഡിഡ് ഇറ്റ്. എന്താണ്? നീ ചെയ്തു. ദിസ് ഈസ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ ഡോർസ് ആൻഡ് നോ വിൻഡോസ് ആൻഡ് ദ ചിമ്മിനി ഓൺ ദ ടോപ്പ് ആൻഡ് സ്റ്റാർ ഇൻ ദ മിഡിൽ.
അപ്പോൾ എന്താണ് എങ്ങനെയുള്ളതാണ് റൗണ്ട് റെഡ് ഹൗസ് എന്നുള്ളതാണ് മമ്മ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ബോയ് എന്തോ ചോദിക്കുന്നുണ്ട് അല്ലേ. മദർ പറയാണ് കട്ട് ദ ആപ്പിൾ ആൻഡ് യു ക്യാൻ സീ ദ സ്റ്റാർ ഇൻ ദ മിഡിൽ. അപ്പോൾ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. മദർ പറയുന്നത് ആപ്പിൾ കട്ട് ചെയ്യൂ, അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിനക്ക് സ്റ്റാർ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ വേർ ഈസ് ദ സ്റ്റാർ എന്നാണ് അല്ലേ. എവിടെയാണ് സ്റ്റാർ, വേർ ഈസ് ദ സ്റ്റാർ. ബോയ് പറയാണ് വാവ് ദർ ഈസ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. അതിൻ്റെ മിഡിലിൽ സ്റ്റാർ ഉണ്ടെന്ന്. പിന്നെയും മദർ എന്തോ ചോദിക്കുന്നുണ്ട്. ബോയ് പറയാണ് യെസ് ഐ വാണ്ട് ടു ടേസ്റ്റ് ദ ആപ്പിൾ. എന്താണ് എനിക്ക് ആപ്പിൾ ടേസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അമ്മ ചോദിക്കുന്നുണ്ടാവുക. നിനക്ക് ആപ്പിൾ ടേസ്റ്റ് ചെയ്യണോ എന്നായിരിക്കും അല്ലേ. ഡു യു വാണ്ട് ടു ടേസ്റ്റ് ഇറ്റ്, നിനക്കിത് ടേസ്റ്റ് ചെയ്യണോ. അപ്പോൾ ബോയ് പറയും യെസ് ഐ വാണ്ട് ടു ടേസ്റ്റ് ദ ആപ്പിൾ, എനിക്ക് ആപ്പിൾ ടേസ്റ്റ് ചെയ്യണം. മദർ പറയാണ് ഓക്കെ ഹാവ് ഇറ്റ്, ഓക്കെ നീ ഇത് എടുത്തോളൂ എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂട്ടുകാർ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.